എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കമ്മോഡിറ്റി ട്രേഡറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്രൂഡ് ഓയിലിനെ കുറിച്ചാണ്. ക്രൂഡ് ഓയിൽ എങ്ങനെ നമുക്ക് കച്ചവടം നടത്താം. അപ്പോൾ ക്രൂഡ് ഓയിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇത് അമേരിക്കൻ വിപണിയിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും ഇത് ഒരു ഫോറിൻ ഉൽപ്പന്നമാണ്, അല്ലെങ്കിൽ പുറത്തുള്ള ആഗോളതലത്തിലുള്ള ആഗോള വിപണിയിലുള്ള ഒരു കമ്മോഡിറ്റിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇപ്പം നമ്മൾ MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്നുള്ള എക്സ്ചേഞ്ച് പുതിയതായിട്ട് ഇവിടെ രൂപപ്പെട്ടു, അതായത് 2 കൊല്ലം മുന്നേ. അവർ വഴിയാണ് നമുക്കിത് ട്രേഡ് ചെയ്യാൻ, അതായത് വ്യാപാരം നടത്താനുള്ളൊരു സംവിധാനം ഉണ്ടായിരിക്കുന്നത്. ആ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്താണെന്ന് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഇത് ഈ ഇൻ്റർനാഷണൽ ഇപ്പോൾ സാധാരണ ആൾക്കാർ എങ്ങനെയാണ് ഈ പ്രൈസ് വ്യത്യാസം വരുന്നത്, നമ്മുടെ ഇന്ത്യൻ വിപണിയിലുള്ള വില എങ്ങനെയാണ് ഈ 2950 അല്ലെങ്കിൽ 3000 ഇതെങ്ങനെ മാറുന്നു, ഇത് എന്താണ് ഇതിൻ്റെ അന്താരാഷ്ട്ര വിപണിയായിട്ടുള്ള ബന്ധം, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് സാധാരണ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ എല്ലാവരും ഒരു കമ്മോഡിറ്റി അക്കൗണ്ട്, ഒരു MCXൽ ഒരു കമ്മോഡിറ്റി അക്കൗണ്ട് ഉള്ള ആൾക്കാർക്ക് ഇതിൽ ട്രേഡ് ചെയ്യാം. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. അപ്പോൾ നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ആലൈസ് ബ്ലൂവോ സിറോദയോ, ഇപ്പോൾ ഞാൻ കൂടുതലും ഗുഡ്വില്ലാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ബ്രോക്കറേജ് 11 രൂപയുള്ളൂ. അപ്പോൾ ഗുഡ്വില്ലിൽ നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനും കൂടി MCXും കൂടി കമ്മോഡിറ്റിയും കൂടി എനിക്ക് ചെയ്യണം എന്നുള്ള ആപ്ലിക്കേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു അക്കൗണ്ട് അവർ ഓപ്പൺ ചെയ്ത് തരികയാണ്. MCXലും നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അവർ തരികയാണ്. അതുവഴി നമുക്ക് ക്രൂഡ് ട്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ സിൽവർ, ഗോൾഡ് ഒക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിന്ന് ക്രൂഡാണ് എംഫസൈസ് ചെയ്യുന്നത്. അതായത് എടുത്തു പറയുന്നത് വേറൊന്നുമല്ല, ക്രൂഡ് ആകുമ്പോൾ നമുക്ക് കുറച്ച് രൂപയിൽ, വളരെ കുറച്ച് രൂപയിൽ സേഫായിട്ട് രാത്രി 11:30 വരെ ട്രേഡ് ചെയ്യാം. വളരെ എന്താ പറയുന്നത്, നല്ല രീതിയിൽ മൂവ്മെൻറ്റ് തരുന്നതാണ്. അതായത് മേലോട്ടും അടിയിലോട്ടും നല്ല മൂവ്മെൻറ്റും, അതുപോലെ തന്നെ നമുക്ക് ഒരു എന്താ പറയുന്നത് ഫോളോ അപ്പ് ചെയ്യാവുന്ന, മാസങ്ങളോളം കൊണ്ടു നടക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ക്രൂഡ്. എപ്പോഴും അതിന് ഡിമാൻഡുള്ള ഒരു വസ്തുവാണ്. അതാണ് നമ്മൾ ക്രൂഡിനെ സെലക്ട് ചെയ്യാൻ കാരണം. അപ്പം നമ്മൾ ഇനി ഇതിലെ കൂടുതൽ ഡീറ്റെയിൽ, അതായത് ഈ ഡോളർ ചാർട്ട് എന്താണ്, ക്രൂഡിൻ്റെ അന്താരാഷ്ട്ര വിപണി എന്താണെന്ന് നമുക്കൊന്ന് ഡോളർ ചാർട്ടിൽ പോയി പരിശോധിക്കാം. നമ്മൾ പോകുമ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ട്. എന്താണ് ഡോളർ ചാർട്ട്. നമ്മളെല്ലാവരോടും ഞാൻ ഇന്ന് പറയാം, ട്രേഡിംഗ് വ്യൂ. തുടക്കക്കാർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ tradingview.com എന്നൊരു സൈറ്റ് ഉണ്ട്. അത് വെറുതെ നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി ട്രേഡിംഗ് വ്യൂ. അതിൽ പോയി കഴിഞ്ഞാൽ വെറുതെ ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒരു സാധാ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഈ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പല നിങ്ങൾ എന്താ പറയുന്നത്, ഇതിൽ പ്രവൃത്തി പരിചയം വരുമ്പോൾ അറിയാം, പല ഇൻഡിക്കേറ്റേഴ്സും ടൂൾസും, അതായത് നമുക്ക് ട്രേഡിങ്ങിന് സഹായിക്കുന്ന പല സാധനങ്ങളും ഇവർ വളരെ, ഇപ്പോൾ ഈ സിറോദ ഉപയോഗിക്കുന്ന ഇവരെ ചാർട്ടാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചിഹ്നങ്ങൾ കണ്ടോ, എൻ്റെ മൗസ്, ഇതെല്ലാം നിങ്ങൾക്ക് സിറോദയുടെ ചാർട്ടിൽ വെച്ചാൽ ട്രേഡിംഗ് വ്യൂ സപ്പോർട്ട്. ഈ ചിഹ്നം കാണാം അടിയിൽ കണ്ടോ, ഈ ട്രേഡിംഗ് വ്യൂ എന്നുള്ള ചിഹ്നം സിറോദയിലും കാണാം. ചില ഇവരാണ് ആ ചാർട്ട് കൊടുക്കുന്നത്, സിറോദയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ എത്രത്തോളം പ്രഗത്ഭരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ കൂടെ. അപ്പോൾ അവരുടെ ഏറ്റവും നല്ല ചാർട്ടുമാണ് നമ്മൾ ഇപ്പോൾ ഏറ്റവും നല്ല ചാർട്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ സിറോദയുടെ ചാർട്ടിനെ പോലെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഈ സിറോദയിൽ ഇല്ലാത്ത പല മികച്ച ടൂളുകളും ഇതിലുണ്ട്. അതിന് കുറച്ച് പൈസ നമ്മൾ കൊടുക്കണം. അതിന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ മതി. പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ടിൽ തന്നെ ഇഷ്ടം പോലെ ടൂളുകൾ. ഇപ്പോൾ നമ്മൾ ഈ ഇട്ടിരിക്കുന്നത് CPR ആണ്, സെൻട്രൽ പിവോട്ട് റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ഇത് സപ്പോർട്ട് റെസിസ്റ്റൻസും കാണിക്കുന്ന ഏറ്റവും നല്ലൊരു ടൂളാണ്. ഇത് നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് ട്രേഡിംഗ് വ്യൂവിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സിറോദ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അതിന് ബുദ്ധിമുട്ടാണ്. സിറോദയിൽ അത് ചെയ്യണമെങ്കിൽ അതിൻ്റെ മോഡ് മാറ്റണം. അപ്പോൾ കുറേ വേറെ ചില കാര്യങ്ങൾ അതിൽ നമുക്ക് ആക്റ്റീവ് അല്ലാതെയാവും. അപ്പോൾ ഇത് ട്രേഡിംഗ് വ്യൂവിലാവുമ്പോൾ നമുക്കിതെല്ലാം ഓപ്പൺ ആണ്, വളരെ നല്ല സപ്പോർട്ടാണ്, നല്ല ആക്യുറസിയാണ് ട്രേഡിംഗ് വ്യൂവിൽ. അപ്പോൾ ഞാൻ എല്ലാവരുടെ ട്രേഡിംഗ് വ്യൂവിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ് പറയുന്നത്. അക്കൗണ്ട് അല്ല, ജസ്റ്റ് ഒരു അക്കൗണ്ട് ID ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ചാർട്ടൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ CPR നമ്മൾ കണ്ടു. ഇപ്പം നമ്മളിവിടെ എന്താണ് നോക്കാൻ വന്നത്, ഡോളർ കണ്ടില്ല. ഇപ്പം 40.55 നിൽക്കുന്നത് അന്താരാഷ്ട്ര വിപണി. അപ്പോൾ നമ്മൾ 40.55 എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഇന്ത്യൻ വിപണിയിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ വിപണിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുന്നത് 2963 2963 എന്ന് പറയുമ്പോൾ എപ്പോഴാണത്, 9-ാം തീയതി. ഇത് 9-ാം തീയതി, ഇതാണ് 9-ാം തീയതി. 9-ാം തീയതി കഴിഞ്ഞ് വന്ന് അവസാനം 9-ാം തീയതി രാത്രി 11:30 ക്ലോസ് ചെയ്തത് 29.63. അത് വ്യക്തമായല്ലോ, 9-ാം തീയതിയാണിത്. അപ്പോൾ 9-ാം തീയതി രാത്രി ക്ലോസ് ചെയ്ത് ഇതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഈ വ്യത്യാസം എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുക. അപ്പം നമ്മൾ 9-ാം തീയതി ഇവിടെ പോവുക. ഇത് 9-ാം തീയതിയാണ് അല്ലേ, ഇവിടെ 9-ാം തീയതി. അതുപോലെ 15 മിനിറ്റ് ചാർട്ട് തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. എങ്ങനെ പോയി ക്ലോസിങ് 11:30 അല്ലേ, 11:30. അടിയിൽ നോക്കൂ, കണ്ട അടിയിൽ ടൈം വരുന്നുണ്ട്, കണ്ട 11:30 നമുക്ക് ക്ലോസിങ് കിട്ടിയത് 40.67. അപ്പോൾ 40.67 ഇവിടെ 29.63. അപ്പോൾ 29.63 40.67
നമുക്ക് മനസ്സിലായി 72.85 ആണ് എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലായി. അതായത് 72.85 അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾക്ക് എന്താ മനസ്സിലായി, ഇവിടെ 40.65 ഡോളറിൽ, അതായത് ഇത് WTI ക്രൂഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, 2 തരത്തിലുള്ള ക്രൂഡുണ്ട്. ഒന്ന് WTI, പിന്നെ ബ്രന്റ്. നിങ്ങൾക്കറിയാം ഈ WTI എന്ന് പറയുന്നത് സൾഫർ കണ്ടന്റ് കൂടുതലുള്ള ഒരു ക്വാളിറ്റി ക്രൂഡാണ്. അതിനാണ് ഡീസലായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടിരിക്കുന്ന WTIയുടെ US ഓയിൽ ചാർട്ടാണ്. അതിൻ്റെ വിലയാണ് 40. ഇത് തന്നെ ബ്രന്റ് എടുത്താൽ മാറും. നമുക്ക് ബ്രന്റ് എടുത്ത് നോക്കാം. ബ്രന്റ് എന്ന് പറയുമ്പോൾ പെട്രോള്, അതുപോലെ ബ്രന്റ് ക്രൂഡ് ഓയിൽ UK-യുടെയാണ് കിടക്കുന്നത്. നമുക്ക് US-ൻ്റെ അല്ല, ഇതെടുത്ത് നോക്കാം, കുഴപ്പമില്ല. UK-യിലും കിടക്കട്ടെ. 42.78 വില കൂടിയതുണ്ട്. $2.78 അല്ലെങ്കിൽ 3 രൂപയുടെ അടുത്ത് വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബ്രന്റ് ക്രൂഡ് ഓയിലും. ബ്രന്റ് ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പെട്രോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കൂടുതലും ബ്രന്റാണ്. അതുപോലെ ഡീസൽ ഉപയോഗിക്കുന്നത് WTI ആണ്. അപ്പോൾ WTI ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. WTI എന്ന് പറയുമ്പോൾ US ഓയിലാണ്. അപ്പോൾ US ഓയിൽ, ഒരു മിനിറ്റ് ഒന്ന് എടുക്കട്ടെ. ഓക്കെ, WTI ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ WTIനെ റിലൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇതാണ് താങ് എന്ന് പറയാം. ഓയിലിൻ്റെ താങ് വില നിശ്ചയിക്കുന്നത് ഇതിലാണ് കൂടുതലും. അപ്പോൾ വ്യത്യാസം രണ്ടിലും ഒരുപോലെയാണ് വരുന്നത്. അല്ലാതെ ഒരെണ്ണം കയറുമ്പോൾ മറ്റേത് ഇറങ്ങാൻ അങ്ങനെയില്ല. എല്ലാത്തിലും വ്യത്യാസം ഒരുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു $73 വ്യത്യാസത്തിലാണ്. 5 രൂപ 10 രൂപ അങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. പക്ഷേ ഇവിടെ 40, ഇവിടെ കയറുമ്പോഴും പൊന്തുമ്പോഴാണ് നമ്മുടെ MCX-ൽ ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കാണാം, ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പുറകിലോട്ട് പോകുമ്പോൾ കാണാം, ഇത് കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ. ഇതെന്താണ്? സാധാരണ കാണാം, ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ 11:30 നമ്മൾ നോക്കുമ്പോൾ കാണാം 29.72 ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് കാലത്ത് എനിക്ക് ഡും കൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് ഇതേ കിടക്കണു അടിയിലേക്ക്. ഇതെന്താണെന്ന് ആർക്കും സാധാരണ മനസ്സിലാവില്ല. ഇവിടെ തുടങ്ങിയത് 9 മണി കേട്ടാ, കാലത്ത് 9 മണി 7-ാം തീയതി കാലത്ത്. അപ്പോൾ നമുക്ക് അതേ സമയം അവിടെ പോവാം കേട്ടാ. ഇവിടെ ഈ അമേരിക്കൻ ചാർട്ടിൽ പോവാം. ഡോളർ ചാർട്ടിന് പോകുമ്പോൾ നമുക്ക് 6-ാം തീയതി വൈകുന്നേരം എന്താ സംഭവിച്ചതെന്ന് നോക്കാം. കണ്ടോ, 6-ാം തീയതി നമ്മളിവിടെ എടുക്കുമ്പോൾ കാണാം വന്ന് 11:30 ഈ ക്യാൻഡിലാണ്, ഈ ആദ്യത്തെ പച്ച ക്യാൻഡിൽ. ഈ 11:30 ക്ലോസിങ് കിട്ടിയത് 40.54 നമ്മൾ കിടന്നുറങ്ങിയത്. അപ്പോഴാണ് നമുക്ക് ഞാൻ ആ പറഞ്ഞ വില ഉണ്ടായത് ഇവിടെ. ഈ വില ക്ലോസിംഗ് ആയിട്ടുള്ള 29.73 ഇവിടെ വെച്ചാണ് ഉണ്ടായത്. 29.73 40.53. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉറങ്ങി കഴിയുമ്പോഴും മാർക്കറ്റ് അവിടെ ഓപ്പണാണ്. അമേരിക്കൻ മാർക്കറ്റും മറ്റുള്ള വിപണിയും ലണ്ടനൊക്കെ ഓപ്പണാണ്. അവിടെ എന്ത് ചെയ്തു? കച്ചവടം നടന്നു. മേലോട്ടൊന്ന് പോയി, കുറച്ചൊന്ന് മേലോട്ട് പോയി 40.82 വരെ പോയി. അത് കഴിഞ്ഞ് ഒറ്റ വീഴ്ചയാണ് രാത്രി തന്നെ. രാത്രി എത്ര മണിക്കാണ് വീണത്? ഒരു 12:15 തൊട്ട് വീഴ്ച തുടങ്ങി. അങ്ങനെ അടിയിൽ നോക്കിയാൽ അറിയാം 1:15, 1:45, 2:15. അങ്ങനെ ഒരു വെളുപ്പിനൊരു 3 മണി ആയപ്പോൾ ഈ ഒരു ലെവലിൽ സെറ്റിലായി. അപ്പോൾ ഈ ഒരു വീഴ്ച, ഈ 40.80 പോയിട്ട് വീണ ഈ ഗ്യാപ്പാണ് നമുക്ക് ക്രൂഡ് ഓയിലിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. മനസ്സിലായോ? ഈ ഗ്യാപ്പാണ് നമ്മൾ കാലത്തിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ തുറക്കണേന്ന്. അപ്പോൾ ഇതാണ് സംഭവം. അത് മാത്രമല്ല, ഇവിടെ നിന്ന് തിരിച്ച് ഇന്നലെ ഉണ്ടായ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ക്രൂഡ് ഓയിൽ എപ്പോഴും റെസിസ്റ്റൻസിലോട്ട് തിരിച്ചു പോകാനുള്ള സാധ്യത. അപ്പം നമ്മൾ വിചാരിക്കും ഇതാണ് റെസിസ്റ്റൻസ്. അല്ല, രാത്രി ഈ 40.52 നിന്ന് ഇത് പോയതുകൊണ്ട് 40.83 വരെ പോയതുകൊണ്ട് ഇതാണ് റെസിസ്റ്റൻസ്. അപ്പം നമ്മൾ കാലത്ത് തന്നെ ഇത് ഇന്നലെ രാത്രി എവിടം വരെ ഹൈ പോയെന്ന് ഒന്ന് നോട്ട് ചെയ്യണം. അപ്പം 40.83 വരെ പോയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ഉറപ്പാക്കണം, ഇത് വീണാലും നേരെ കയറി ആ റെസിസ്റ്റൻസിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ കണ്ടാലറിയാം വീണിട്ടും തിരിച്ചൊന്ന് കയറി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നലത്തെ ആ പൊസിഷൻ, ഇന്നലത്തെ ആ റെസിസ്റ്റൻസിൻ്റെ ഭാഗത്തോട്ട് ഒന്ന് കയറിപ്പോയതാണ്. അത് കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഈ ഡോളർ ചാർട്ട് വഴിയാണ് ആ സ്മൂത്തായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഏകദേശം ഇപ്പം നമ്മൾക്ക് WTI എന്താണ്, US ഓയിലിൽ WTIയും ബ്രൻറ്റും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. പ്രൈസ് വ്യത്യാസവും മനസ്സിലായി. ഒന്ന് പെട്രോളിന് ഉപയോഗിക്കുന്നു ബ്രൻറ്റ് ക്രൂഡ്, മറ്റേത് WTI എന്ന് പറയുന്നതാണ് നമ്മൾ ഡീസലിന് ഉപയോഗിക്കുന്ന ഓയിൽ. ഇത് ഈ ചാർട്ടിൻ്റെ പ്രത്യേകതയും മനസ്സിലായി. ഞാൻ എന്താ വേറെ ഒന്നുമല്ല, ഈ ഡോളർ ചാർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊക്കെ CPR എന്ന് പറഞ്ഞാൽ ഈ 3 ലൈൻ കണ്ടോ അടുപ്പിച്ചുള്ളത്, ഇതിൻ്റെ നടുവിലുള്ളത് ഇളം കളറിലുള്ളത് ഈ 3 ലൈൻ എന്ന് പറയുന്നത് CPR എന്ന് പറഞ്ഞാൽ സെൻട്രൽ പിവോട്ട് റേഞ്ച് എന്ന് പറയും. അതായത് ഇത് ടോപ്പ്, ഈ മേലെ 3ാമത്തെ ലൈൻ മേലത്തെ ടോപ്പ് പിവോട്ട് എന്ന് പറയും. ഇത് സെൻട്രൽ പിവോട്ട് നടുവിലത്തെ, അത് ബോട്ടം BC എന്ന് പറയും. BC അതുപോലെ ടോപ്പിലെ TC നടുവിലത്തെ സെൻട്രൽ പിവോട്ട്.
അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇവിടെയൊക്കെ വരുമ്പോൾ എപ്പോഴും റിവേഴ്സൽ പ്രതീക്ഷിക്കാം നമുക്ക്. എപ്പോഴും അവിടെ ഒരു ഭയങ്കര സപ്പോർട്ടാണ് ഈ CPR എന്ന് പറയുമ്പോൾ. അതൊക്കെ ഇതിലെ കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഡോളറിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു എങ്ങനെ ക്വിക്കായിട്ട് പൈസ ഉണ്ടാക്കാം, വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഈ ലൈൻ നിങ്ങൾ കണ്ടു, ഇത് ഇന്നലത്തെ പ്രീവിയസ് ഹൈ ആണ്, അല്ലെങ്കിൽ മുന്നേ ഉണ്ടാക്കുന്ന ഹൈ ആണ്. ഇവിടെ കണ്ടു, ഇവിടെ റെസിസ്റ്റൻ്റ് എത്ര പ്രാവശ്യമാണ് അവിടെ പോയി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡോളറിൽ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ്, അതായത് 41.40, ഈ 40 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ക്രൂഡ് ഓയിലിൻ്റെ വില ഏറ്റവും ഈ കോവിഡ് സമയത്ത് വളരെയധികം പ്രതിസന്ധിയിലാണ്. ക്രൂഡ് ഓയിൽ എപ്പോൾ വേണമെങ്കിൽ വീഴാം എന്നുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പോയിന്റുകൾ, അതായത് ഏറ്റവും ടോപ്പിൽ ഇപ്പം 41 എന്ന് പറയുമ്പോൾ ഈ കോവിഡ് സമയത്ത് 0 വരെ പോയതാണ്. അവിടെ നിന്ന് കയറിയാണ് 40, 50, 45 വരെ എത്തിയത്. ഇപ്പം ഇവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാൻ. അപ്പം നമുക്ക് മനസ്സിലായി ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ആദ്യം ഇവിടെ തട്ടിത്തിരിച്ചിട്ടുണ്ട്, ഇവിടെ അഗെയിൻ തട്ടിത്തെറിച്ചിട്ടുണ്ട്. മൂന്നാമത് പോകണ്ട, മിഞ്ഞാന്ന് ഇവിടെ തട്ടിത്തെറിച്ചു. എന്നാണത് 20 ഒക്ടോബറിന് അല്ല 9 ഒക്ടോബറിന് നമുക്ക് ഇന്നലെ, അതായത് വെള്ളിയാഴ്ച അവിടെ വന്ന് ശരിക്കും റിവേഴ്സൽ എടുത്തു. കണ്ടോ? അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സെല്ല് കൊടുക്കാം കണ്ണടച്ച്. എന്ന് വെച്ചാൽ ഇത് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് മനസ്സിലായി അവിടെ ഒരു റെസിസ്റ്റൻസ്, പ്രതിരോധമുണ്ട്. അതൊക്കെ നമുക്ക് ഡോളറിൽ മുൻകൂട്ടി കണ്ട് അതിന് നമുക്ക് MCXന്റെ ചാർട്ടിൽ, അതായത് നമ്മുടെ ഈ ചാർട്ടിൽ 2900, ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞ ആ പോയിന്റ് ഏതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവിടെ ഈ പറയുന്ന പോയിന്റ് 41.37 അല്ലെങ്കിൽ 41.40 എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 41.40 എന്ന് പറയുമ്പോൾ ഏകദേശം 73 എത്രയാ, ഒരു 90 ഇട്ടുക, ഒരു ഏകദേശം 3059. അത് തെറ്റാണ്, സോറി, 41.40. ഓക്കെ, ഒരു മിനിറ്റ്. 41.40 ഇൻറ്റു 73 അല്ല 72.85, സോറി 72.85, 3015. കണ്ടോ? ഇപ്പോൾ കിട്ടി. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് എന്താ പറയുക, ഞാൻ നേരത്തെ എടുത്ത കോൺസ്റ്റന്റ് ഞാൻ പറഞ്ഞില്ല, ആ ഡോളറിൻ്റെ വ്യത്യാസം അതാണ്. ആ ഡോളർ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഡോളറിലും ഇന്ത്യൻ റുപ്പിയിലും വരുന്ന വ്യത്യാസവും ഇതിൽ പ്രതിഫലിക്കും. ചിലപ്പോൾ ഇന്ത്യൻ റുപ്പി വീക്ക് ആകുമ്പോൾ എന്തുണ്ടാവും, നമ്മുടെ ഇവിടുത്തെ MCX ചാർട്ട്, അതായത് മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ചിൻ്റെ ചാർട്ട് മേലോട്ട് കയറുക. എന്ന് വെച്ചാൽ ആ രൂപയിൽ എന്ന എന്താ പറയുന്ന വിലയിടിവ് ഇതിൽ പ്രതിഫലിക്കും. എന്നാൽ കൂടി നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലായി ഇത് എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത് വരെ വന്നിട്ടുണ്ട്. 3026 വരെ ഇവിടെ പൊന്തി. കണ്ടോ? അല്ല 2966 വരെ പൊന്തി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് താന്നു. അപ്പം നമുക്ക് ഏകദേശം ഒരു എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ചും നമുക്കൊരു വ്യക്തത വന്നു. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച എല്ലാ വ്യത്യാസം എന്താ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വേറെ ഒന്നുമല്ല, നമ്മളിവിടെ 41.36 എന്ന് പറഞ്ഞു. അപ്പോൾ 41.36 ഒന്നും കൂടി ഞാനതൊന്ന് വ്യക്തത വരുത്താനായിട്ട് ഒന്ന് പോസ് ചെയ്തതാണ്. 41.36 എന്ന് പറയുമ്പോൾ ഇൻറ്റു 72.85 ഏകദേശം വരത്തുള്ളൂ. 3013, അതൊരു 10 രൂപയുടെ വ്യത്യാസമൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ 3013 മനസ്സിൽ വയ്ക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹൈയെ ഞാൻ നേരത്തെ എടുത്തപ്പോൾ ചാർട്ട് എടുത്തപ്പോൾ അങ്ങോട്ട് ബാക്കിലായിരുന്നു. ഇപ്പോഴാണ് ഇത് കറങ്ങുന്നത് 3032. കണ്ട ആ ഒരു ചെറിയ 3000 ഞാൻ പറഞ്ഞ ആ റേഞ്ചിൽ നമ്മൾ ആ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ റേഞ്ചിലോട്ട് തന്നെ കറക്റ്റ് വന്നിട്ടുണ്ട്. എന്താ കാര്യം വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് ഇവിടെ ഒരു ചെറുതായിട്ട് മേലോട്ട് ഒന്ന് പോയിട്ടുണ്ട്. അതാണത്. അപ്പോൾ ആ വില വ്യത്യാസം കറക്റ്റ് ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ചെറിയ എക്സ്ചേഞ്ചിൻ്റെ ഞാൻ പറഞ്ഞു ഡോളറിൻ്റെ അന്നത്തെ വ്യത്യാസം കൂടി ഇതിൽ പ്രതിഫലിക്കും. അതാണ് ഈ ഒരു 5 രൂപ 10 രൂപയുടെയൊക്കെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു രൂപരേഖ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താണ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, അപ്പോൾ ഇതെങ്ങനെയാണ് ട്രേഡിംഗ് നടക്കുന്നത് ഞാൻ പറഞ്ഞു. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, ഇതാണ് ഈ MCXൻ്റെ സൈറ്റ്. MCX ഇന്ത്യ, ഇത് ആർക്കും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഇവിടെയാണ് നമുക്ക് ഇങ്ങനെയാണ് സ്ക്രീൻ വരിക. ഇവിടെ നമുക്ക് MCXൻ്റെ ഇതാണ് പുതിയതായിട്ട് നമ്മൾ ഫോം 2 കൊല്ലം മുന്നേ ഉണ്ടാക്കിയ, നമുക്ക് ട്രേഡിങ്ങിന് ഉണ്ടാക്കിയ കമ്മോഡിറ്റി സൈറ്റ്, വെബ്സൈറ്റ്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം. നമുക്ക് NSE പോലെ ഒരു വെബ്സൈറ്റ്, ഒരു എക്സ്ചേഞ്ചാണ്, പുതിയ എക്സ്ചേഞ്ചാണ്. മെറ്റൽ ആൻഡ് എനർജി, MCX മെറ്റൽ ആൻഡ് എനർജി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാർക്കറ്റ് ഡാറ്റയുണ്ട്. ഈ മാർക്കറ്റ് ഡാറ്റയിൽ പോയി കഴിഞ്ഞാൽ ബാവ് കോപ്പി എന്നിട്ട് കോപ്പിയുണ്ട്. ആ ബാവ് കോപ്പിയിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് ഡേറ്റ് വൈസ് എന്നുള്ളത് കാണാം, ഇത് മാറ്റുക, കമ്മോഡിറ്റി വൈസ് ആക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ക്രൂഡാണ് കാണിക്കുന്നത്. ക്രൂഡ് ഓയിൽ സെലക്ട് ചെയ്യുക. കണ്ടോ? ഈ ക്രൂഡ് ഓയിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എക്സ്പയറി സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒക്ടോബറിലാണ്. അപ്പോൾ ഒക്ടോബർ മാസത്തെ നമ്മൾ എടുക്കുക, 19 ഒക്ടോബർ 2020 അല്ലേ എക്സ്പയറി വരുന്ന കോൺട്രാക്റ്റ്. ഫ്യൂച്ചറാണ്, എല്ലാം വേണ്ട, ഫ്യൂച്ചർ കമ്മോഡിറ്റി മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ സെലക്ട് എക്സ്പയറി, ഫ്യൂച്ചർ, ക്രൂഡ്, അഗെയിൻ ക്രൂഡ് എടുക്കണം. ക്രൂഡ് എടുത്തു, എക്സ്പയറി ഒക്ടോബർ 20 ഓട്ടോമാറ്റിക് വന്നു. ഇനിയിപ്പോൾ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓൾ ബൈ ഡേറ്റ് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇവിടെ ഓൾ ബൈ ഡേറ്റ് എന്ന് കൊടുത്ത് ഷോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസത്തെയും, അതായത് ഇപ്പോൾ ഇത് ഈ ഫസ്റ്റ് പേജ്, ഈ പേജുകൾ ഇനിയുണ്ട് കേട്ടോ, അല്ലേ 9 പേജുണ്ട്. അതിൽ ആദ്യത്തെ പേജാണ് നമ്മൾ കാണുന്നത്. 18-ാം തീയതി തൊട്ട് 9 ഒക്ടോബർ വരെ
അതായത് സെപ്റ്റംബർ 18 മുതൽ 9 വരെയുള്ള ഡാറ്റ ഇവിടെ നമുക്ക് തന്നു. അതിൽ എന്തൊക്കെയുള്ളത്, നമ്മൾ എന്തൊക്കെയുള്ളതെന്ന് നോക്കിക്കഴിയുമ്പോൾ കാണാം. ആദ്യത്തെ ദിവസം ഇന്നലെ 9 എടുക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസ് പ്രൈസ്, അതായത് 8 ക്ലോസിംഗ് പ്രൈസ് ആണ് ഈ 3025. അതുപോലെ അന്നത്തെ 9 ക്ലോസിംഗ് പ്രൈസ് ആണ് 2960. അതുപോലെ ലോ എത്രയാണ്, ഹൈ എത്രയാണ്, അങ്ങനെ ഓരോ ദിവസവും എവിടം വരെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇതിൽ ഡാറ്റ കിട്ടി. ഇത് എക്സൽ ഷീറ്റിലേക്ക് നമുക്ക് ആക്കുകയും ചെയ്യാം. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഒരു കഴിഞ്ഞ 3 മാസം ക്രൂഡ് എങ്ങോട്ടൊക്കെ ഓടി എങ്ങോട്ടൊക്കെ ഇറങ്ങി എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പം ഇതിൻ്റെ റെസിസ്റ്റൻസും അതുപോലെ എത്രത്തോളം അടിയിലോട്ട് പോയിട്ടുണ്ട്, അതുപോലെ എത്രത്തോളം മേലെ പോയിട്ടുണ്ട്, ആ മേലെ പോയ പോയിന്റൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് ചാർട്ടിൽ വെക്കാം. അങ്ങനെയുള്ള സംവിധാനമാണ് ഈ MCX തരുന്നത്. ആ MCXൽ വെച്ചാൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സംവിധാനം ഞാൻ പറയാം. അപ്പോൾ MCXൽ പല അങ്ങനത്തെ കുറേ ഡാറ്റാസ് ഇതിലുണ്ട്, പല തരത്തിലുള്ള ഡാറ്റാസ് ഉണ്ട്. ഇപ്പോൾ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ ഓപ്ഷൻ ഇപ്പോൾ ആക്റ്റീവ് അല്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. നമുക്ക് വേറൊരു ക്ലാസ് അതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വീഡിയോ വേറെ അതിന് ചെയ്യാം. പുട്ടും കോളുകളെ കുറിച്ചൊക്കെ, ഓപ്ഷൻസിനെ കുറിച്ച്. അത് നമുക്ക് ആദ്യം നമ്മൾ ഇത് തുടക്കക്കാർക്ക് എന്നുള്ള ഇത് എന്താണ് തുടക്കം, എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ക്രൂഡ് ഓയിൽ ഇതാണെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മൾ വേറെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിന് പകരം നമുക്ക് എന്താ പറയുക, എന്ത് വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഗോൾഡ് എടുക്കാം. ഗോൾഡിൻ്റെയും ഡാറ്റ നമുക്ക് ഇതുപോലെ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? എക്സ്പയറി എടുക്കണം. ഇപ്പോൾ നമ്മൾ ഒക്ടോബർ 4 എടുത്തു, കണ്ടോ ഗോൾഡ് വന്നു. ഗോൾഡിൻ്റെ എത്രത്തോളം ഹൈ പോയിട്ടുണ്ട്, എവിടെയൊക്കെ, ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടും. ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ ഈ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ നോക്കുമ്പോൾ അറിയാം ഇത് നമുക്ക് ഡിമാൻഡ് കൂടിയോ ഇതുണ്ട്. ഈ ലാസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ലോട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, വോളിയം ഉണ്ടല്ലേ 46, എത്ര ഗ്രാമിൻ്റെ കച്ചവടം വെച്ചാൽ ഓരോ ഡിമാൻഡ് വാല്യൂ ഇല്ല, എത്ര കച്ചവടം നടന്നു, എത്ര രൂപയ്ക്ക് കച്ചവടം നടന്നു, ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് ഈ ഡാറ്റ നമുക്ക് തരുന്നുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഉപയോഗപ്പെടുത്താം. ഇത് നോക്കി പല കാര്യങ്ങളും ഇൻഫർമേഷനും നമുക്ക് സംഭരിക്കാം. ഇതാണ് MCX സൈറ്റ്, ഇതാണ് മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ എന്താ പറയുക, ഇതൊക്കെയാണ് നമ്മളുടെ ഒരു കമ്മോഡിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എടുത്തു കാണിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇനി നമ്മൾ ക്രൂഡ് ഓയിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മേജർ റെസിസ്റ്റൻസ് എന്നാൽ നമുക്ക് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ചില ഏരിയകൾ. അതെങ്ങനെ മനസ്സിലാക്കാം? അപ്പം നമ്മളിപ്പോൾ ഈ ചാർട്ട് നിൽക്കുന്നത് 15 മിനിറ്റാണ്. നമ്മൾ അതിനൊരു ലെറ്റ്സ് ഒരു 2 hours ആക്കാം, അല്ലെങ്കിൽ വേണ്ട 1 hour ആക്കാം. 1 hour ചാർട്ട് എടുക്കാം അല്ലേ, 1 hour ആക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അമർത്തി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 1 hour ആക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താ നമുക്ക് ചെറുതാക്കുമ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു ചില പ്രതിരോധ ഏരിയകളുണ്ട്, അവിടെ നമുക്ക് വളരെ സൂക്ഷിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ക്രൂഡ് മുന്നേ ബാക്കിലോട്ട് പോകുമ്പോൾ കാണാം എവിടം വരെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട അപ്പോൾ ഈ ഒരു ലൈൻ നമുക്ക് മനസ്സിലാകണ്ട. ഇവിടെയും ഒരു ഹൈ, ഇവിടെ വന്നിട്ട് പ്രതിരോധം ഇവിടെ തീർത്തിട്ടുണ്ട്. എവിടെ 41, 46. അപ്പോൾ നമ്മൾ ഈ ഒരു 41, 46 എത്തുമ്പോൾ അതിന് മേലോട്ട്, ഇപ്പോൾ ഈ 41, 46, അതായത് ഈ ഒരു പച്ച ലൈനിനും മേലോട്ടൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിവിടെ ഈ ഒരു ഏരിയയിലെത്തുമ്പോഴൊക്കെ സൂക്ഷിക്കണം. എന്താണ്, ഇത് പൊട്ടിച്ചെങ്ങാനും മേലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വളരെ മേലോട്ടൊക്കെ പോവാൻ, അതായത് പിന്നെ നമ്മൾ ഒരു മിനിറ്റ് ഇതൊന്ന് ഇതാക്കിക്കോട്ടെ. പിന്നെ നമ്മൾ എന്താ പറയുക, പിന്നെ അത് പൊട്ടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത റെസിസ്റ്റൻസിലോട്ടൊക്കെ പോവും. അതായത് 41, 46 40, 86 കണ്ടോ. അപ്പോൾ ഇവിടേക്കൊക്കെ കയറി പോകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതിന് ടോപ്പിൽ ഇവിടം വരെയൊക്കെ പോയിട്ടുണ്ട് ക്രൂഡ്. അപ്പോൾ നമ്മൾ ഓരോ 43, 75 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ കുറച്ച് 1 hour ചാർട്ട് ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് അതൊക്കെ മാർക്ക് ചെയ്ത് ഒരു ലൈൻ ഇട്ട് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ വരച്ചിടുക. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിടുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇവിടെ ഒരു ലൈൻ ഞാൻ ഇങ്ങനെ വരച്ചിട്ട് കണ്ട ഈ ഒരു ലൈൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ലൈൻ ഒരു വലിയ പ്രതിരോധമാണ് മേലോട്ട്. അപ്പോൾ ഇത് പൊട്ടിച്ചു, ഇത് അടിയിൽ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാൻസസ് ഇനിയുണ്ട് മേലോട്ട് ഇതിലോട്ട് പോകാനുള്ളത്. അപ്പോൾ അങ്ങനെ കുറെ കാര്യം. അപ്പോൾ നമ്മൾ ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്, വിറ്റിറങ്ങണം. ഇവിടെ നല്ല എന്താ പറയുക, നല്ല ഒരു വിപണി ബൈയിങ് ഇതിൻ്റെ മേലോട്ട് നടക്കുകയാണ്, ഈ ലൈൻ്റെ മേലോട്ട് നല്ല കച്ചവടം മേലോട്ട് നടക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. പലരും പല കോളും തരുമെന്ന് നോക്കേണ്ട, നമ്മൾ വളരെ സൂക്ഷിക്കണം. അതൊക്കെ മേലോട്ട് നല്ല എന്താ പറയുന്നത് ബൈ വരാനുള്ള മേഖലയാണ്. അപ്പോൾ ഇതൊക്കെ ഈ പ്രതിരോധമൊക്കെ പൊട്ടിച്ച് നല്ല ട്രേഡ് നടക്കുമ്പോൾ നമ്മൾ ബൈയിങ് ആണ് എടുക്കേണ്ടത്. അതുപോലെ ഈ പ്രതിരോധം മേലത്തെ ഈ പ്രതിരോധം 33, 75 എത്തിയ കണ്ണടച്ച് നമുക്ക് സെല് ചെയ്യാം. നമുക്കറിയാം മാക്സിമം എത്തിക്കഴിഞ്ഞു, അവിടെ നിന്ന് താഴോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഇതിൽ നിന്ന് ചാർട്ട് US ഓയിലിൻ്റെ ചാർട്ട് വഴി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ US ഓയിലിൻ്റെ ചാർട്ട് നമ്മൾ മുന്നേ കൂട്ടി പഠിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കയ്യിൽ വെച്ചാൽ നമുക്കറിയാം MCX എവിടേക്കാണ് ഓടാൻ പോകുന്നത്, ഇവൻ എവിടം വരെ ഓടും, അല്ലെങ്കിൽ ഈ MCXൻ്റെ 3000 എന്നുള്ളത് എന്താണ്, 3030 എന്താണ്, അല്ലെങ്കിൽ 3080, 3130 ഇതൊക്കെ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഒരു ഐഡിയ കിട്ടും.
അപ്പോൾ നമ്മൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നിഫ്റ്റി. നമ്മൾ ആദ്യം ഇതിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് നിഫ്റ്റി. നിഫ്റ്റി വേറെ ഒന്നുമല്ല, അതും തുടക്കക്കാർക്ക് വേണ്ടി പറയാം. നിഫ്റ്റി ഇപ്പം നമുക്കറിയാം 11,800 അല്ലെങ്കിൽ 12,000 ടച്ച് ചെയ്യാൻ തൊടാൻ പോകുന്നു. നമ്മൾ അറിഞ്ഞു എന്താണ് ഈ 12,000 നിഫ്റ്റിയുടെ. ഈ നിഫ്റ്റി എങ്ങനെയാണ് നിൽക്കുന്നത്? നിഫ്റ്റി എന്ന് പറഞ്ഞാൽ പല ഷെയർ 50 ഷെയറുകളുടെ ഒരു കൂട്ടായ്മയാണ് നിഫ്റ്റി. ഈ 50 ഷെയറുകളുടെ ഏറ്റക്കുറച്ചിലാണ് നിഫ്റ്റിയിൽ കാണുന്ന ഏറ്റക്കുറച്ചിലുകൾ. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ അതിൽ ബാങ്കുണ്ട്, എന്താ പറയുക, മോട്ടോർ കമ്പനികളുണ്ട്, ലൈക്ക് മാരുതി, മഹീന്ദ്ര, അതിൻ്റെ ഒരു വിഭാഗം. അങ്ങനെ വിഭാഗം 5-6 വിഭാഗങ്ങളായിട്ടാണ് ഇതിൽ മേജറായിട്ടുള്ള വെച്ചാൽ വലിപ്പം കൂടിയ വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് ബാങ്ക്, അതുപോലെ തന്നെ വാഹന വിപണി, അതുപോലെ തന്നെ FMCG, ഇൻഫ്രാസ്ട്രക്ചർ, അത് റിലയൻസ് ഒക്കെ വരുന്ന അതിലാണ്. അപ്പോൾ ഏറ്റവും വലിയ താങ്ങ് ഇപ്പോൾ ഒരു 30% താങ്ങി നിൽക്കുന്നത് റിലയൻസ് ആണ്. കണ്ടില്ലേ, റിലയൻസ് ആണ്. ഇപ്പോൾ ഈ റിലയൻസ് ഒന്ന് വീണ് കഴിഞ്ഞാൽ എന്തുണ്ടാവുക? അപ്പോൾ നിഫ്റ്റിയും ഇരിക്കും അടിയിലോട്ട്. മനസ്സിലാവണ്ട, അതാണ് അതിൻ്റെ പ്രക്രിയ. അപ്പം നിഫ്റ്റി എന്തുകൊണ്ടാണ് റിലയൻസിൻ്റെ മൂലധനം അത്രയുണ്ട്, അത്രയധികം മൂലധനം റിലയൻസിൻ്റെ കയ്യിലുണ്ട്. ആ മൂലധനത്തിൻ്റെ താങ്ങിലാണ് നിഫ്റ്റിയും ഒന്ന് പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ റിലയൻസ് ഒന്ന് വീണ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നിഫ്റ്റിയും വീഴും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിഫ്റ്റി എന്താണെന്നൊരു രൂപരേഖ കിട്ടി. അതായത് നിഫ്റ്റി എന്ന് പറയുമ്പോൾ പല 50 ഷെയറുകളുടെ 50 സ്റ്റോക്കുകളുടെ ഒരു കൂട്ടായ്മയാണ് നിഫ്റ്റി. അപ്പോൾ നിഫ്റ്റിയുടെ ഈ വില നിർണ്ണയിക്കുന്നതും ഇവരുടെ എല്ലാം ഒരു പെർഫോമൻസ് മനസ്സിലാവുന്നുണ്ട്. അവരുടെ എന്താ പറയുക, ലാഭം അല്ലെങ്കിൽ മുന്നോട്ടുള്ള കുതിപ്പ്, ഇത് തന്നെയാണ് നിഫ്റ്റിയുടെയും കുതിപ്പായി മാറുന്നത്. അപ്പോൾ നിഫ്റ്റി എന്ന് പറയുമ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞു, നമുക്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട്. ആദ്യമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് ഡിമാറ്റ് അക്കൗണ്ട് എന്താണെന്നാണ്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് അക്കൗണ്ടാണ്. ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന പോലെ ഇലക്ട്രോണിക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്കിപ്പോൾ ബാങ്കിൽ പോയി പാസ്ബുക്ക് അത് പൈസ ഇടുന്ന പോലെ അതൊരു നമ്മളിപ്പോൾ ഒരു കടലാസ് വെച്ചാൽ കടലാസ് രൂപത്തിലൊരു സാധനം മേടിച്ച് അത് ഡെപ്പോസിറ്റ് ചെയ്ത് അങ്ങനെയല്ല. ഇലക്ട്രോണിക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ, അതായത് ഡിമാറ്റ് അക്കൗണ്ട് എന്തിനാണ് തുറക്കുന്നത് വെച്ചാൽ നമ്മൾ ഷെയറുകൾ മേടിക്കുന്നത് പല കമ്പനികളുടെയാണ്. എന്ന് പറഞ്ഞാൽ പല ഭാഗത്തും പരന്നു കിടക്കുന്ന, വിദേശത്തും പല അമേരിക്കയിലും അതുപോലെ പലയിടത്തും കച്ചവടം ചെയ്യുന്ന കമ്പനികളുടെ ഷെയറാണ് മേടിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ ഷെയർ നമുക്ക് ഡെയിലി അവരുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ ഓഫീസിൽ പോയോ അല്ലെങ്കിൽ ഓണർ വീട്ടിൽ പോയി നമുക്ക് മേടിക്കാൻ പറ്റില്ല. അതിനുള്ളൊരു സംവിധാനമാണ് ഇലക്ട്രോണിക് അക്കൗണ്ട്. അത് മേടിക്കാനും നമുക്ക് കച്ചവടം നടത്താനുമുള്ള നമുക്കിപ്പോൾ ഓൺലൈൻ ബാങ്കിങ് എന്നൊക്കെ പറയും, അതുപോലെ ഉള്ളൊരു സംവിധാനമാണ് ഇലക്ട്രോണിക് അക്കൗണ്ട്. അതാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് നമ്മൾ പറയപ്പെടുന്നത്. ഈ ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് തുറക്കണമെങ്കിൽ നമുക്ക് അറിയാം ബ്രോക്കർമാരുണ്ട്. ആരാണ് ബ്രോക്കർമാരെന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം സെബി. ആരാണ് സെബി എന്ന് പറഞ്ഞാൽ ഇവരാണ് സെബി എന്ന് പറയുമ്പോൾ അവരാണ് പോലീസ്. അവരാണ് നിയന്ത്രിക്കുന്നത് മൊത്തം ഈ എന്താ പറയുന്ന ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ. അതായത് NSE എന്ന് പറയുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ നിഫ്റ്റി അല്ലെങ്കിൽ NSEയുടെ ഭാഗം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ നിയന്ത്രിക്കുന്ന ഒരു ബോഡിയാണ് ഈ സെബി. അപ്പോൾ സെബിയാണ് എല്ലാ നിയമങ്ങളും നിശ്ചയിക്കുന്നത്. എങ്ങനെ ഇവർ പ്രവർത്തിക്കണം, ആരൊക്കെ കള്ളക്കളി കളിക്കുന്നുണ്ട്, അതുപോലെ ഓരോ മാനദണ്ഡങ്ങൾ കൊടുത്തിട്ടുണ്ട് കമ്പനികൾക്ക് ഈ ഇതിൽ വരാനും, അതുപോലെ അവർ പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങൾ, ഇതെല്ലാം സെബിയാണ് കൺട്രോൾ. അതുപോലെ നമ്മളെ പറ്റിക്കാതിരിക്കാനും കമ്പനികൾ എന്തെങ്കിലും ഫൗള് കളിക്കുന്നുണ്ട്, ഇതെല്ലാം നോക്കുന്നത് സെബിയാണ്. അതുപോലെ ഈ സെൻട്രൽ ഡെപ്പോസിറ്റ് CDSL നമുക്ക് വൈകുന്നേരം അറിയാം. ഇപ്പോൾ നമ്മൾ ഇന്ന് മേടിച്ചു വിറ്റു എന്തെങ്കിലും, മേടിച്ച് വിറ്റ് കഴിഞ്ഞാൽ ഒരു ബില്ല് വൈകുന്നേരം ഇമെയിലോട്ട് വരും. ഇത് വിടുന്നത് ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, അതിനെയാണ് പറയുന്നത് സെൻട്രൽ ഡെപ്പോസിറ്റ്, CDSL എന്ന് പറയും. CDSL എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ്. ഇവരാണ് അക്കൗണ്ട്സ് ആയിട്ട് ഇതിന്റെ നടുവിലെ ഒരു അക്കൗണ്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവരാണ് നമുക്ക് വേണ്ടി എല്ലാ അക്കൗണ്ടിങ്ങും നമ്മുടെ ചെയ്യുന്നത്. ഇവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ CDSL എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്താൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, നമ്മുടെ കയ്യിലുള്ള ഹോൾഡിംഗ്, അതായത് നമ്മൾ എന്തൊക്കെ ഷെയർ മേടിച്ചു 3 വർഷം മുന്നത്തെയോ 2 വർഷം മുന്നത്തെ ഈ ഷെയറുകളൊക്കെ അതിൽ കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ CDSL എന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, CDSLindia.com എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ രജിസ്റ്റർ ചെയ്യണം. പലരും ഇവിടെ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ട്. പക്ഷെ അത് വളരെ അപകടമാണ്. എന്ന് വെച്ചാൽ ഈ ബ്രോക്കർമാരൊക്കെ നമ്മളെ പല പറ്റിച്ച കേസുകളുമുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ. അപ്പോൾ നമ്മൾ CDSL രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് CDSL എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം CDSL ഇന്ത്യ വന്നു. CDSL സെൻട്രൽ ഡെപ്പോസിറ്ററി സൈറ്റ് എന്തോ ഒരു ഇത് കാണിക്കുന്നുണ്ട്, നോക്കട്ടെ കേട്ടോ, സമയമെടുക്കുന്നു. എന്തോ സൈറ്റിന് എന്തോ ഒരു തകരാറ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് പിന്നീട് അതിലേക്ക് വരാം, അത് കുഴപ്പമില്ല.
അപ്പോൾ നമ്മൾ CDSL എന്ന് പറയുമ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വളരെ സിമ്പിളാണ്. നമുക്ക് EC എന്ന് പറഞ്ഞിട്ടും EC എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് അതുപോലെ ഷെയറുകൾ മാറ്റാം. നമ്മുടെ ഒരു കമ്പനി ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ആലീസ് ബ്ലൂവിലും സിറോദയിലും ഒക്കെ അക്കൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ആലൈസ് ബ്ലൂവിൽ നിന്ന് സിറോദയിലേക്ക് ഷെയർ മാറണമെങ്കിൽ CDSL നമ്മൾ പോയി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പോയി നമുക്ക് തന്നെ ആരോടും ചോദിക്കാതെ തന്നെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം മറ്റേ കമ്പനിയിലോട്ട്. അങ്ങനെയൊക്കെയുള്ള പല സംവിധാനം എന്താ പറയുന്നത്, ലൈക്ക് നമ്മുടെ മൊബൈൽ നമ്പർ മാറ്റാം, അതുപോലെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് മാറ്റാം, അഡ്രസ്സ് മാറ്റി കൊടുക്കുക, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് CDSL. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇത് എന്താ പറയുക, വാട്ട് ഈസ് ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ പഠിച്ചു. ഡിമാറ്റ് അക്കൗണ്ട് ഇലക്ട്രോണിക് അക്കൗണ്ടാണ്. അതുപോലെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് സെബിയാണ്. അതുപോലെ അതിൻ്റെ അക്കൗണ്ട്സ് നോക്കുന്നത് CDSL ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഏകദേശം രൂപരേഖ കിട്ടി. ഇതാണ് നിഫ്റ്റി. ഇങ്ങനെയാണ് നിഫ്റ്റി പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഷെയറുകൾ എങ്ങനെ മേടിക്കണം കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോ അതിന് വേണ്ടി ചെയ്യാം. ഇന്ന് നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ വിചാരിച്ച പോലെ തന്നെ ക്രൂഡ് എന്താണെന്ന് ഏകദേശം രൂപം കിട്ടി ഇല്ലേ? ക്രൂഡ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുപോലെ തന്നെ ക്രൂഡ് ഡോളറും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള ഒരു വ്യത്യാസം, അതെങ്ങനെയാണ് MCX-ൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്താണ്, അത് ഇവിടെയുള്ള ഒരു എക്സ്ചേഞ്ച് ആണെന്ന് ഞാൻ പറഞ്ഞു പുതിയതായിട്ട് രൂപീകരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് എങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ളത് ഏകദേശം മനസ്സിലായി. അതുപോലെ രാത്രി അവിടെ നമ്മളിവിടെ 11 മണിക്ക് ക്ലോസ് ചെയ്തിട്ടും വെളുപ്പിന് 3:30-4 മണി വരെ അവിടെ ട്രേഡിംഗ് നടക്കുന്നു. അതുപോലെ അതിലെ വ്യത്യാസം ഇവിടെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതുപോലെ എങ്ങനെ ഡോളറിൽ നിന്ന് ഇന്ത്യൻ രൂപയിലേക്ക് ആക്കണം, അല്ലെങ്കിൽ നമുക്ക് ഏകദേശം അതുപോലെ റെസിസ്റ്റൻസ് സപ്പോർട്ട് എവിടം വരെയൊക്കെ മേലെ ഡോളർ ഓയിൽ പോയിട്ടുണ്ട്, അമേരിക്കൻ ഓയിലിൻ്റെ പ്രൈസ് പോയിട്ടുണ്ട് 40, 41, 43 വരെയൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആ ചാർട്ടിൽ ട്രേഡിംഗ് വ്യൂവിൽ പോയി മാർക്ക് ചെയ്യാൻ എങ്ങനെ സാധിക്കും? അത് മുൻകൂട്ടി നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അപകടം മണത്ത്, അതായത് ഓരോ പ്രതിരോധം പൊട്ടിച്ചു എന്ന് കാണുമ്പോൾ നമുക്ക് അതിന് അപകടം മണത്ത് നമുക്ക് അതിനനുസരിച്ച് എന്താ പറയുന്നത് പ്രിക്വേഷൻ എടുക്കാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചു. പിന്നെ ഡിമാറ്റ് അക്കൗണ്ട് നിഫ്റ്റി ഏകദേശം രൂപം കിട്ടി. ഇനി നമുക്ക് കിടക്കാം, ഓരോ മേഖലകളിലേക്ക് കിടക്കാം വരുന്ന ദിവസങ്ങളിൽ. എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയനുകളും അറിയിക്കുക. അതുപോലെ തന്നെ മെയിനായിട്ട് വേണ്ടത് സബ്സ്ക്രിപ്ഷനാണ്. സബ്സ്ക്രിപ്ഷനും ലൈക്കും മാക്സിമം കിട്ടിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പ്രോത്സാഹിപ്പിക്കുക. താങ്ക്